BJPയുടെ ദേശീയ സെക്രട്ടറി അനിൽ ആൻ്റണിയാണ്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുന്നു. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും വളരെ നന്ദി. ഞാനിവിടെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ആണ്. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച LDF സർക്കാർ അവരുടെ കാലം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അവർ 3ാം തവണ തിരിച്ചു വരില്ല. സാധാരണ കേരളത്തിലെ 75 വർഷത്തെ ചരിത്രത്തിൽ മാറി മാറി LDFും UDFും അല്ലെങ്കിൽ ഇതുവരെ LDFും UDFും മാത്രമേ ഇവിടെ ഭരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം LDF ഭരണം മാറിയാലും UDFും തിരിച്ചു വരില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും വളരെ ശക്തമായ 140 സ്ഥാനാർത്ഥികളെ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് 2 മുന്നണികളെ വെച്ച് നോക്കുമ്പോൾ അവർ രണ്ടുപേരും പ്രധാനമായിട്ടും ഓരോ വിസ്മയങ്ങളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും വർഗീയമായ ചില വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ വികസനം അവതരിപ്പിക്കുന്നതും വികസനത്തിനെക്കുറിച്ചും ഈ നാട്ടിലെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു റോഡ് മാപ്പ് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ജനങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്നുള്ളൂ. UDF എന്നൊരു പ്രകടന പത്രിക അവർ പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും ഒരു കാര്യം വളരെ വ്യക്തമായി അറിയാം. ഇന്ന് ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്നുണ്ട്. ഇന്ന് കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന. അതിലിന്ന് ഹിമാചൽ പ്രദേശിൽ ഇവിടെ എല്ലാം കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് ഹിമാചൽ പ്രദേശിൽ അവർക്ക് ഇന്ന് അവരുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഉള്ള നിവൃത്തിയിലല്ല. അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. കർണാടകവും തെലങ്കാനയും എല്ലാം അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അതുപോലെ ഈ 2 മുന്നണികളും ഇവർ രണ്ടുപേരും മത്സരിച്ചെന്ന് BJPയുമായിട്ട് ഡീലുണ്ടെന്നൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. ഇന്ന് ദേശീയ തലത്തിൽ ഒരു ഇന്ത്യ മുന്നണിയുണ്ട്. ആ മുന്നണിയിൽ ഈ 2 പാർട്ടികളും അംഗങ്ങളാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബീഹാറിൽ, രാജസ്ഥാനിൽ, അതുപോലെ തമിഴ്നാട്, പുതുച്ചേരി മുതലായ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞയാഴ്ചയാണ് അവിടെ ഈ മുന്നണിയുടെ സീറ്റ് ഷെയറിംഗ് നടന്നത്. ഇവിടെ എല്ലാം ഈ CPMും കോൺഗ്രസും ഒരേ മുന്നണിയുടെ അംഗങ്ങളാണ്. എന്നിട്ട് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വരുമ്പോൾ ഇവർ രണ്ടുപേരും, അതായത് ഇന്ത്യയിലെ ഏകദേശം 30 സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും മുന്നണി അംഗങ്ങളായ 2 പേരും ഇവിടെ വരുമ്പോൾ അവർ പറയുന്നത് BJPയുമായിട്ട് ഡീലുണ്ടെന്നാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആരുമായിട്ടും ജനങ്ങളുമായിട്ട് മാത്രമേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഡീലുള്ളൂ. ഇന്ന് CPMനെയും കോൺഗ്രസിനെയും മാറ്റി ഇവിടെ ഒരു 3ാം മുന്നണിയായി ഒരു സർക്കാർ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രകടന പത്രിക പാർട്ടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട MP ഉണ്ട്, മേയറുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്. ഈ കേരളത്തിൽ ഇവിടെ MLAമാരൊന്നുമില്ല. ഇന്ന് ഈ കേരളത്തിൽ പോലും ശ്രീ നരേന്ദ്രമോദിജിയുടെ ഡെവലപ്മെൻറ്റ് മന്ത്രം, അതായത് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്, 140 കോടി ജനങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഡെവലപ്മെൻറ്റ് മന്ത്രയിൽ കേരളത്തിലും അനവധി പദ്ധതികളും ഒരുപാട് ഗവൺമെൻറ് പ്രോജക്റ്റുകളും ഇതുവരെ കേരളത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്.
ഇതുവരെ സംസ്ഥാനത്ത് കേരളത്തിൽ 29 ലക്ഷം കർഷകർക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി 13,000 കോടി സഹായം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മാതൃവന്ദന യോജനയിലൂടെ 10 ലക്ഷം അമ്മമാർക്ക് 444 കോടി സഹായം നൽകുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി സമൂഹങ്ങൾക്ക് 1400 കോടി സഹായം നൽകുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിലൂടെ ഏകദേശം 155 ലക്ഷം, അതായത് ഏകദേശം 1.5 കോടി ജനങ്ങൾക്ക് സഹായം എത്തുന്നുണ്ട്. ഏകദേശം 85 ലക്ഷം ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഏകദേശം 28 ലക്ഷം ജനങ്ങൾക്ക് PM കിസാൻ പദ്ധതിയോടെ പ്രയോജനം ലഭിക്കുന്നു. കേരളത്തിൽ 1732-ലധികം ജന ഔഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് വന്ദേ ഭാരത് ട്രെയിനുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ സപ്പോർട്ടോടെ ഇന്ന് കേരളത്തിൽ ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ ഇന്ന് നമ്മുടെ പ്രകടന പത്രികയിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഉറപ്പ് തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ കേന്ദ്രത്തിൽ കഴിഞ്ഞ 11 വർഷമായിട്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യമാണ്. ഇന്ന് ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി. അടുത്ത 3 വർഷത്തിൽ ജർമ്മനിയെ മറികടന്ന് 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആകും എന്നാണ് എല്ലാ അന്താരാഷ്ട്ര സംഘടനകളും പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗ്രോത്തിൻ്റെ കൂടെ എംപവർമെൻറ്റ്, സശക്തീകരണത്തിന് വേണ്ടി ഏകദേശം 300-ലധികം കേന്ദ്ര പദ്ധതികൾ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ന് ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. PM കിസാൻ യോജന, അതുപോലെ ഇന്ന് ജൽ ജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, ഇങ്ങനെ പല പദ്ധതികൾ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കേരളത്തിലും ഇന്ന് ഗ്രോത്തിൻ്റെ കൂടെ തന്നെ എംപവർമെൻറ്റ്, അതാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിന് മുന്നിൽ വയ്ക്കുന്ന ഒരു വിഷൻ. ഇന്ന് പുതിയ വികസന പദ്ധതികളായിട്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ NDA ജനങ്ങൾക്ക് മുന്നിൽ വളരെ വിശ്വാസത്തോടെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. കേരളത്തിലൊരു എയിംസ് തീർച്ചയായിട്ടും ജനങ്ങൾ ഇവിടുത്തെ സർക്കാർ അതിൻ്റെ പ്രോസസ്സെല്ലാം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലൊരു എയിംസ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ തിരുവനന്തപുരം ഒരു ഹൈസ്പീഡ് റെയിൽ കോറിഡോർ, അതുപോലെ തന്നെ ഇന്ന് പൂർത്തിയാക്കാതെ മെട്രോ, കൊച്ചി മെട്രോയുടെ മറ്റ് ഫേസസ്, അതുപോലെ കോഴിക്കോട് കൊച്ചി നഗരങ്ങളിൽ മെട്രോ വിപുലീകരണം, അതുപോലെ വിഴിഞ്ഞം തുറമുഖം വിപുലീകരണം, ഇതെല്ലാം ഇന്ന് കേരളത്തിൽ NDA പ്രതിജ്ഞാബദ്ധരായി ജനങ്ങളുടെ മുന്നിൽ ഗ്യാരണ്ടി ചെയ്യുകയാണ്. ഇതോടൊപ്പം തന്നെ ഗ്രോത്തിൻ്റെ കൂടെ തന്നെ എംപവർമെൻറ്റ്, അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടെ സശക്തീകരണത്തിന് വേണ്ടി പുതിയ ഒരുപാട് ഗ്യാരണ്ടികൾ NDA ഭാരതീയ ജനതാ പാർട്ടിയും ജനങ്ങളുടെ മുന്നിൽ പറയുന്നുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒന്ന്, എല്ലാ വീടുകളിലും ഇന്ന് പാവപ്പെട്ട എല്ലാ വീടുകളിലും മിനിമം ഒരു രണ്ട് LPG സിലിണ്ടർ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ LPG സിലിണ്ടറിനൊപ്പം എല്ലാ വീടുകളിലും 20,000 ലിറ്റർ, എല്ലാ വീടുകളിലും 20,000 ലിറ്റർ ഇന്ന് വെള്ളം ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ എല്ലാ പാവപ്പെട്ട മഹിളകർക്കും ഇന്ന് ആരോഗ്യ സുരക്ഷാ കാർഡ്, അതായത് ഒരു റീചാർജ് കൂപ്പണാണ്, 2500 രൂപയുടെ ഒരു റീചാർജ് കൂപ്പൺ എല്ലാ പാവപ്പെട്ട വീടുകളിലെ വനിതകൾക്കും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതുവഴി മരുന്നുകളും മറ്റ് പലചരക്കുകളും ആ കാർഡ് വഴി വാങ്ങിക്കാൻ സാധിക്കും. പിന്നെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സശക്തീകരണ പ്രോഗ്രാമുകൾ. അപ്പം ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ വികസനം, അതോടൊപ്പം എല്ലാ വീടിലും സശക്തീകരണം, ഇങ്ങനെ ഒരു ഗ്യാരണ്ടി ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ മറ്റും 2 മുന്നണികളെ വെച്ച് നോക്കുമ്പോഴും ഇന്ന് ഇവിടുത്തെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടെ പാവപ്പെട്ടവരെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ഒരു പദ്ധതി ഇന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം നോക്കുമ്പോൾ ഇന്ന് ഏകദേശം ഓരോ വർഷവും 3 തൊട്ട് 4 ലക്ഷം വരെ ഇന്ന് ചെറുപ്പക്കാർ
ഇന്ന് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യത്തും പോവുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ തൊഴിലവസരങ്ങൾ ഇല്ലാത്തത് തന്നെയാണ്. അപ്പോൾ ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഇവിടെ നിരവധി ഓരോ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഓരോ ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ടർ കേന്ദ്രീകരിച്ച് അവിടെ വിപുലീകരിക്കാനുള്ളൊരു പദ്ധതിയും ഇന്ന് NDA ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ മുന്നിൽ വളരെ വിശ്വാസത്തോടെ വയ്ക്കുന്നുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തെ ഒരു IT ആൻഡ് ഇന്നൊവേഷൻ ക്യാപിറ്റലാക്കുക, കൊച്ചിയെ ഒരു ഷിപ്പ് ബിൽഡിംഗ് ക്യാപിറ്റലാക്കുക ഇന്ത്യയുടെ, കോഴിക്കോടിനെ ഹെൽത്ത് കെയറിൻ്റെയും മെഡിക്കലിൻ്റെയും ഒരു ഇന്നൊവേഷൻ ഹബ്ബാക്കുക, തൃശ്ശൂരിനെ കൾച്ചറൽ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബാക്കുക, കൊല്ലത്തിനെ ഒരു ഇൻ്റർനാഷണലി കോമ്പറ്റിറ്റീവ് ബ്ലൂ ഇക്കോണമി ക്ലസ്റ്റർ, അങ്ങനെ ഒരു സാഹചര്യം കൊല്ലത്ത് കൊണ്ടുവരിക, പിന്നെ കണ്ണൂരിൽ ഡിഫൻസ് ഇന്നൊവേഷൻ്റെ ഒരു ഹബ്ബ് ഉണ്ടാക്കുക. ഇങ്ങനെ 6 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളുടെ ഒരു ഹബ്ബ് ഉണ്ടാക്കാനുള്ളൊരു പദ്ധതിയും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയും NDA ഇന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ തൊഴിലവസരങ്ങൾ ഉണ്ടാകാനും ഇവിടുത്തെ സാമ്പത്തിക മേഖല മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ഓവറോൾ പ്ലാനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന ഓരോ കാര്യങ്ങൾ. മറ്റ് 2 മുന്നണികൾ വെച്ച് നോക്കുമ്പോഴും ഇന്ന് BJPക്ക് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരായി കേരളത്തിനെയും ഇന്ത്യക്കൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു വിഷനാണ് ഇന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് കാരണത്തിൽ ഇന്ന് വികസന മുരടിപ്പുള്ള ഈ കേരളത്തിൽ ഈ 2 മുന്നണിയെയും തിരസ്കരിച്ച് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഒരു സർക്കാർ ഉണ്ടാക്കുമെന്ന് തന്നെ വിശ്വാസത്തോടെ പ്രതീക്ഷിതയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ BJP NDA നേരിടുന്നത്. നന്ദി. ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ ആ അഭിപ്രായങ്ങളെ ഒന്നും മാനിക്കുന്നില്ലെന്നുള്ളത് കുറേ നാളായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. 2024 ഇന്ത്യയുടെ ചരിത്രത്തിലെ വെറും 2ാമത്തെ പ്രാവശ്യമാണ് ഒരു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 3ാമത്തെ ഒരു സർക്കാർ വരുന്നത്. ഇന്ന് 30 സംസ്ഥാനങ്ങളിൽ 21 സംസ്ഥാനം NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതിൽ 15 ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ശ്രീ നരേന്ദ്രമോദിജിയിലും ഭാരതീയ ജനതാ പാർട്ടിയിലും ഒരുപാട് വിശ്വാസമുണ്ട്. കേരളത്തിലും ഈ പാർട്ടി വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. 2009 വെറും 5% ഒരു പാർട്ടി ഇന്ന് ഏകദേശം 20% വോട്ട് ഷെയറുള്ളൊരു പാർട്ടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറി. അതിൻ്റെ അർത്ഥം എല്ലായിടത്തും ഈ പാർട്ടി വളരുന്നുണ്ട്, എല്ലാവർക്കും മോദിജിയിൽ വളരെ വിശ്വാസമുണ്ട്. അത് കാരണം അതല്ലാത്ത അഭിപ്രായം ഉള്ളവരുമുണ്ട്, പക്ഷേ അതൊന്നും ജനങ്ങൾ തിരസ്കരിക്കുന്ന അഭിപ്രായങ്ങളാണ്. കേരളത്തിലെ എല്ലാ കുടുംബത്തിൽ നിന്നും വോട്ട് കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. FCRA വിഷയം ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒരു വിഷയമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് വശങ്ങളുണ്ട്. ഇപ്പോൾ ഈ FCRA ബില്ലിൻ്റെ ഒരു ഡിസ്കഷൻ ഇല്ലാതെ അത് പാർലമെൻറ്റിൽ പാസ്സാക്കുന്നില്ലെന്നുള്ളത് ശ്രീ കിരൺ റിജിജു വളരെ വ്യക്തമായി അതിൻ്റെ ഒരു നയം പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ മറ്റ് വശങ്ങൾ നോക്കുമ്പോൾ ഇന്ന് ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ കുറച്ച് നാളിന് മുമ്പ് ഒരു വഖഫ് അമെൻമെൻറ്റ് ആക്ട് ഉണ്ടായിരുന്നു. അതിപ്പോൾ പാസ്സായിട്ട് ഏകദേശം 1 കൊല്ലമായി. പക്ഷേ ആ വഖഫ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നപ്പോൾ ഇതേ പ്രതിപക്ഷം തന്നെ പറഞ്ഞിരുന്നു ഒരു സമുദായത്തിൻ്റെ ലാൻഡ് മുഴുവൻ കൊണ്ടുപോകാനുള്ളൊരു ആക്ടാണെന്നൊക്കെ. പക്ഷേ അത് കാരണം ഇന്ത്യയിലുള്ള ഒരാളുടെയും ഒരു ലാൻഡും പോയിട്ടില്ല. അതുപോലെ 4-5 വർഷങ്ങൾക്ക് മുമ്പ് CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് അത് കൊണ്ടുവന്നപ്പോഴും ഇന്ന് ഈ ബളമുണ്ടാക്കുന്നവർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന് ഒരു സമൂഹത്തിലുള്ളവരുടെ സിറ്റിസൺഷിപ്പ് പോകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലുള്ള ഒരു പൗരൻ്റെയും സിറ്റിസൺഷിപ്പ് ഒന്നും പോയിട്ടില്ല. പക്ഷേ അയൽ രാജ്യങ്ങളിലുള്ള ചില പ്രോസിക്യൂട്ടഡ് ആയിട്ടുള്ള മൈനോറിറ്റീസിന് ഇന്ത്യക്ക് അഭയം കൊടുക്കാനുള്ളൊരു സാഹചര്യമുണ്ടായി. അതുപോലെ ഈ FCRA ആക്ട് കൊണ്ടുവന്നതും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് പേർ നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരുപാട് ബോർഡർ സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പം കാശ്മീറും പഞ്ചാബും നോർത്ത് ഈസ്റ്റിലും ഇവിടെയൊക്കെ
ഒരുപാട് NGO-കൾ, ചിലതൊക്കെ ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ളതും ഇൻ്റർനാഷണൽ പ്രസൻസ് ഉള്ള NGO-കളുമാണ്. പക്ഷെ അവർ ഫോറിൻ ഫണ്ട് വാങ്ങിക്കുന്നു. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളല്ല അതിന് ഉപയോഗിക്കുന്നത്. അതിന് ഒരുപാട് നാഷണൽ സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനൊരുപാട് ദേശവിരുദ്ധമായ പല കാര്യത്തിനും ഉപയോഗിക്കുന്നവരുണ്ട്. അതുപോലെ ഇപ്പം ഒരു ബിസിനസ് ചെയ്യുന്നവരായാലും ഒരു ഇൻഡിവിജ്വൽ ആയാലും ഒരു കോർപ്പറേറ്റ് ആയാലും അവർക്ക് പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ ചില നോംസ് ഉണ്ട്. അതുപോലെ NGOസിനും പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവരുമ്പോൾ NGOയുടെ ബൈലൈൻസിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിന് മാത്രമേ ഫണ്ട് ഉപയോഗിക്കാവുള്ളൂ. പക്ഷേ അതല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ലൈസൻസ് ക്യാൻസൽ ആകും. അത് റിയാലിറ്റിയാണ്. പക്ഷെ ഇതെല്ലാം പല കാരണങ്ങൾ കണ്ടുകൊണ്ട് ഇതൊരു ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി കൺസേൺ കാരണം കൊണ്ടുവന്ന ഒരു ബില്ലാണ്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു മതത്തിനെതിരെയോ ഇത് ഒരു മതത്തിനെ അല്ലെങ്കിൽ മതങ്ങളെ ടാർഗറ്റ് ചെയ്യാനോ ഒന്നും കൊണ്ടുവന്ന ഒരു ബില്ലേ അല്ല. ഇതിന് മറ്റ് കൺസേൺസ് ആണുള്ളത്. പക്ഷെ ഇന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നത് കാരണം ഇന്ന് പണ്ട് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ച് പറഞ്ഞ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചവർ, അതുപോലെ വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെ കുറിച്ച് വിവാദമുണ്ടാക്കാൻ ശ്രമിച്ച അതേ പ്രതിപക്ഷം ഇന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൺസേൺസ് ജെന്യൂനാണ്. ഒരു പുതിയൊരു നിയമം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കുറിച്ച് പലർക്കും കൺസേൺസ് കാണും. അവരുമായിട്ട് നമ്മൾ സംവദിക്കും. കാര്യങ്ങൾ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. തീർച്ചയായിട്ടും അവരുമായിട്ട് നമ്മൾ അവരുടെ കൺസേൺസ് എല്ലാം നമ്മൾ എന്തുകൊണ്ട് ഈ ബില്ല് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കും. തീർച്ചയായിട്ടും അവർക്ക് അതിന്ന് 100% നമ്മൾ നല്ല ഉദ്ദേശത്തോടെ കൂടിയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് അവർക്ക് അത് കഴിയുമ്പോൾ മനസ്സിലാകും. ബില്ല് നല്ല ബില്ലാണ്. അത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് NDA സർക്കാർ കൊണ്ടുവരുന്നത്. എയിംസിന്റെ നോംസ് അനുസരിച്ച് സംസ്ഥാനം 3 സ്ഥലങ്ങൾ 3 ഓപ്ഷൻസ് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. ഇതുവരെ അത് കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു ഓപ്ഷൻ ഏതാണ്ടായി കൊടുത്തിട്ടുള്ളൂ. അപ്പം ആ പ്രോസസ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിന് ഒരു എയിംസ് 100% ഗ്യാരണ്ടീഡാണ്. 3 സ്ഥലങ്ങൾ കൊടുക്കണമെന്നാണ് സർക്കാരിൻ്റെ നോംസ്. അനുവദിക്കുന്നതിന് നോംസ് ഉണ്ട്. See, 2014 ഇന്ത്യയിലെല്ലാം കൂടെ 7 എയിംസേ ഉണ്ടായിരുന്നു. അതായത് 47 തൊട്ട് ഇന്ത്യയുടെ ആദ്യത്തെ 67 വർഷത്തിൽ 7 എയിംസേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 25 എയിംസ് നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്പർ ഓഫ് എയിംസ് ഏകദേശം 3 ഇരട്ടിയിൽ കൂടുതലായി. എല്ലാവരും നോംസ് ഫോളോ ചെയ്യണം. ഇപ്പം നോംസ് ഫോളോ ചെയ്ത ആർക്കും കാര്യങ്ങൾ നടക്കില്ല. നിയമം എല്ലാവർക്കും ഒന്നാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയം അതിൻ്റെ ഒരു നോർമലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ചിലവർ രാഷ്ട്രീയം തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഈ ബില്ല് BJP കൊണ്ടുവരുന്ന ഇലക്ഷൻ ഓറിയന്റഡ് ബില്ലല്ല ഇത്. നമ്മൾ തീർച്ചയായിട്ടും കാര്യം ഈ ബില്ല് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ലോ ആൻഡ് ഓർഡർ, നാഷണൽ സെക്യൂരിറ്റി കൺസേൺസും എല്ലാം കണ്ടുകൊണ്ട് കൊണ്ടുവരുന്നൊരു ബില്ലാണ്. അതിൽ ഒരുപാട് വശങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ ആശങ്കയുള്ളവരുമായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇത് കൊണ്ടുവരുന്നു എന്നുള്ളൊരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടും ഓണസ്റ്റുമായിട്ടുള്ളൊരു കോൺവെർസേഷൻ BJP നേതാക്കൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണും. ഓരോ ബില്ല് കൊണ്ടുവരുമ്പോൾ ഇത് പാർലമെന്റിൽ ഇതുവരെ വെച്ചിട്ടില്ലല്ലോ. ഇനിയാണിപ്പം സംസാരിക്കാൻ പോകുന്നത്.
ഒരുപാട് പേർ അത് ഇതുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് പേർ ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 11 വർഷം ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഏകദേശം 300-ലധികം സ്കീമുകൾ ഈ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായിട്ട് ഏകദേശം 7 കോടി വീടുകളാണ് ഇപ്പം സാങ്ഷനായിട്ടുള്ളത്. അതുപോലെ ജൽജീവൻ മിഷൻ ഏകദേശം 12 കോടി ബെനിഫിഷ്യറീസാണുള്ളത്. അപ്പോൾ ഇതിനേക്കാൾ വലിയ സ്കെയിലിൽ 100 കണക്കിന് സ്കീമുകൾ ഇന്ത്യയിൽ BJP സർക്കാരുകൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതും അതിന് കാരണം ഒരു സൈഡിൽ ഗ്രോത്തും മറ്റേ സൈഡിൽ എംപവർമെൻറ്റും ചെയ്യാനുള്ളൊരു സാഹചര്യമുള്ളത് കാരണമാണ്. ഇപ്പോൾ കേരളത്തിൽ കുറേ നാളായിട്ട് വികസനം മുരടിപ്പാണ്. അത് കാരണം മറ്റ് പാർട്ടികൾക്ക് ഇത് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. അത് പ്രൂവണാണ്. ഇപ്പോൾ കർണാടക അല്ലെങ്കിൽ ഹിമാചൽ, തെലങ്കാന, ഇതൊക്കെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഉദാഹരണങ്ങൾ വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ഈ ഹിമാചൽ പ്രദേശിലും കർണാടകത്തിലുമൊക്കെ കോൺഗ്രസ് പാർട്ടി ഇതുപോലെ ഇതിനേക്കാൾ വലിയ വെൽഫെയർ സ്കീമുകളൊക്കെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇന്നവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാനുള്ളൊരു സാഹചര്യം പോലും അവർക്കില്ല. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 5-6 പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇൻഡസ്ട്രിയൽ ഹബ്ബും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാർട്ടിക്ക് ഒരു പൊളിറ്റിക്കൽ വില്ലുണ്ട്. അതോടൊപ്പം ഇത് വലിയൊരു എംപവർമെൻറ്റ് സ്കീമല്ല. ഇന്ന് ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു എംപവർമെൻറ്റ് സ്കീമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ LPGയുടെയും ഗ്യാസിൻ്റെയും ഒക്കെ ഷോർട്ടേജ് അതൊരു ഗ്ലോബൽ ഫിനോമിനനാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമോ, ഇന്ന് മിഡിൽ ഈസ്റ്റിലൊരു വലിയൊരു സിറ്റുവേഷനുണ്ട്. അതിന് എല്ലാ രാജ്യങ്ങളിലും അതിൽ എഫക്റ്റഡ് ആണ്. ഇന്ത്യ മാത്രമല്ല എഫക്റ്റ്. പക്ഷേ അതിൽ ഏറ്റവും കുറവ് എഫക്റ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. അത് ശ്രീ നരേന്ദ്രമോദിജിയുടെ അദ്ദേഹത്തിൻ്റെ സുസ്ഥിരമായ ഭരണം കാരണമുള്ള ഒരു നേട്ടമാണ്. ചെറുതായിട്ട് എല്ലാവരും ലോകത്തുള്ള എല്ലാവരും ഉള്ളൊരു പ്രശ്നമാണത്. എല്ലാ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിലും ഒരു പാർട്ട് കേന്ദ്രവും മറ്റേ പാർട്ട് സംസ്ഥാനമാണ് തരേണ്ടത്. സംസ്ഥാനത്തിന് അതിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ പ്രോജക്റ്റ് സ്റ്റോളാവും. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ വിഷയമല്ല അത്. കാരണമാണ് ഈ കേരളത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വേണ്ടത്. കാര്യം ഇവിടെ ഒരു BJP ഗവൺമെൻറ് വന്നാൽ ഇതെല്ലാം ഡബിൾ എഞ്ചിൻ വേഗത്തോടെ ഇതെല്ലാം കാര്യങ്ങൾ നടക്കും. ശ്രീ കിരൺ റിജിജു അദ്ദേഹം പാർലമെന്റിൽ ഈ വിഷയത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സാധാരണ അദ്ദേഹം കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്ററുമാണ്. അതല്ലാതെ തന്നെ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററാണ്. അപ്പം ഞാൻ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇപ്പം 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളിലെ ഇൻചാർജാണ്. ഇവിടെയൊന്നും ഇതൊരു വിഷയമല്ല. ഇത് കേരളത്തിൽ മാത്രമാണ് ചിലവർ ഒരു വിഷയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. താങ്കൾ തന്നെ എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരവും പറഞ്ഞല്ലോ, എല്ലാ രാഷ്ട്രീയം ഉണ്ടെന്നുള്ളതായിരിക്കും. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ, ഇതൊരു റിലീജിയസ് ഇഷ്യൂ അല്ല. പക്ഷേ ഇലക്ഷൻ സമയത്ത് ചിലവർ അതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇതൊരു ലോ ആൻഡ് ഓർഡർ, ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ. അതിനാണ് ഈ ബില്ല് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും എല്ലാ വ്യക്തിക്കും രാഷ്ട്രീയം കാണുമല്ലോ. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് എല്ലാ സമൂഹത്തിനിടയ്ക്കും അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
രണ്ടും തമ്മിലുള്ള വ്യത്യാസം വലുതാണ്. അതായത് ഒന്ന്, ഒരു വശത്ത് ഭാരതീയ ജനതാ പാർട്ടി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 11 വർഷമായിട്ട് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു രാജ്യമാണ്. ഏകദേശം 6 to 8% ഗ്രോത്ത് എല്ലാ വർഷവും. ഒരു സൈഡിൽ ഗ്രോത്തും അതോടൊപ്പം തന്നെ റീഡിസ്ട്രിബ്യൂഷനും എംപവർമെൻറ്റും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു സ്കീമാണ്. പക്ഷേ ഇതില്ലാതെ, ഗ്രോത്ത് ഇല്ലാതെ റീഡിസ്ട്രിബ്യൂഷൻ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഫൈനാൻഷ്യൽ ബാങ്ക്രപ്സി ഉണ്ടാക്കും. അതാണെന്ന് കോൺഗ്രസും പല പ്രതിപക്ഷ പാർട്ടികൾ, ആം ആദ്മി പാർട്ടി പോലെ പാർട്ടികളുമെല്ലാം അവരും ഫ്രീബീസ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ് അതോടൊപ്പം വളരുന്നില്ല. കേരളത്തിൽ വന്ന് അത് തന്നെയാണ് കാണുന്നത്. ഇവിടെ വികസന മുരടിപ്പ് ഒരുപാടുണ്ട്, ഇൻഡസ്ട്രീസ് ഒന്നുമില്ല, ഇൻഡസ്ട്രിയൽ ഹബ്ബൊന്നുമില്ല. പക്ഷേ ഇവർക്കും റീഡിസ്ട്രിബ്യൂഷന് താല്പര്യമുണ്ട്. കോൺഗ്രസും LDFും മറ്റ് പാർട്ടികളും ഇങ്ങനെ ഒരു മോഡലിലാണ് പോകുന്നത്. BJPയുടെ മോഡൽ ഒരു സൈഡിൽ നല്ല വളർച്ച, അതോടൊപ്പം തന്നെ റീഡിസ്ട്രിബ്യൂഷൻ, ഇത് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ആദ്യമേ പറഞ്ഞ കാര്യമല്ലേ. ഇപ്പോൾ ഏകദേശം 27 സംസ്ഥാനങ്ങളിൽ ഇവർ അലയൻസിലാണ്, നാഷണൽ ലെവൽ അലയൻസിലാണ്. കഴിഞ്ഞ 3 ദേശീയ തെരഞ്ഞെടുപ്പിൽ അലയൻസിലാണ്. 2004 മുമ്പ് തന്നെ ഇടയ്ക്കുള്ള UPAയിൽ ലെഫ്റ്റിൻ്റെ സപ്പോർട്ടോടെയാണ് ആ സർക്കാർ ഉണ്ടായിരുന്നത്. അപ്പം ഹിസ്റ്റോറിക്കലിയും ഇന്നും ഇവർ ഇന്ത്യ മുഴുവൻ അലയൻസിലാണ്. കേരളത്തിൽ മാത്രമാണ് ഈ രണ്ട് മുന്നണികളും BJP അകറ്റി നിർത്താൻ വേണ്ടി ഒരു കപട ഗുസ്തി മത്സരം നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ഇന്ന് ചില വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി അവർ പറയുന്നു BJPയുമായിട്ട് അലയൻസാണ്. പക്ഷേ ഇതെല്ലാം രാഷ്ട്രീയം മാത്രമാണ്. BJPയുടെ ലക്ഷ്യം ഈ രണ്ട് മുന്നണികളെ മാറ്റി ഇവിടെ അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. തമാശയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇത് ഒരു പ്രകടന പത്രികയിൽ എന്തെങ്കിലും ഈ വിഷയം ശരിക്കും ഞാൻ നോക്കിയിട്ടില്ല. കുറച്ചുകൂടെ എനിക്ക് നോക്കിക്കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റും. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് 6 ഇൻഡസ്ട്രിയൽ ഹബ്ബുകൾ, യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ കൊണ്ടുവരുന്ന അനവധി പദ്ധതികൾ, ഗ്രോത്തും റീഡിസ്ട്രിബ്യൂഷൻ്റെയും ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം മറ്റ് രണ്ട് മുന്നണിയേക്കാൾ നന്നായിട്ട് നമ്മൾ അവതരിപ്പിച്ചു. കണക്കുകളുടെ പ്രകാരത്തിൽ കഴിഞ്ഞ 11 വർഷത്തിൽ ഏകദേശം 25 കോടി ജനങ്ങളെ ശ്രീ നരേന്ദ്രമോദിജിയുടെ സമയത്ത് പോവർട്ടി ലൈനിൻ്റെ മുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാ മാസവും നമ്മൾ എൻ്റെ കണക്കനുസരിച്ച് 500,000 തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തുമായിട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെ കണക്ക് എനിക്കറിയില്ല. പക്ഷേ നല്ല രീതിയിൽ തന്നെയാണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ നമ്മൾ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ബഹുഭൂരിഭാഗം പേരും ജയിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മുമ്പ് അതിൻ്റെ ഒരു അനാലിസിസിൻ്റെ ആവശ്യമില്ലെന്നാണ് നമ്മുടെ വിശ്വാസം. 2 പേർക്കും ഭൂരിപക്ഷം കിട്ടി. താങ്ക് യു.